ഇന്നേ ഒന്നല്ല കേട്ടോ, 3 അമേരിക്കയുടെ F-35 ആണ് ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ അങ്ങ് വീണിട്ടുള്ളത്. 3 എണ്ണം ബിഗ മാത്രമല്ല, മറ്റു 3 എണ്ണത്തിന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കേടുപാടുകളും കൂടെ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പം IRGCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തോട്ട് വിട്ടിട്ടുള്ള റിപ്പോർട്ട്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ജോർദാന്റെ അമേരിക്കൻ ബേസിലെ അവസാനത്തെ ആണിയും അടിച്ച് തീർത്തിട്ടുണ്ട് ഇറാൻ. ഇന്നലെ രാവിലെ, അതായത് ഇന്ന് പുലർച്ചെ ഏത് രീതിയിലാണ് ഇറാനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് അമേരിക്ക, നമ്മളെല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതിന് തിരിച്ചടിയായിട്ട് പറഞ്ഞ പോലെ അവസാനത്തെ ആണി വരെ അടിച്ച് തീർത്ത് അത് ഫിനിഷ് ചെയ്ത്, അതായത് അവിടെ ആ ഒരു ബേസ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരെ ആക്കി കളഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ഇന്നത്തെ ആക്രമണങ്ങൾ. ഒന്നും രണ്ടും അല്ല, 3 അമേരിക്കൻ F-35 വിമാനങ്ങൾ അവിടെ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ഈ F-35 3 പൈലറ്റ്സും മറ്റ് ടോപ്പേഴ്സും അവിടെ മരണമടഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. IRGC ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളുണ്ടോ അറിയില്ല, ഓൾമോസ്റ്റ് എല്ലാ മറ്റ് ഇൻ്റർനാഷണൽ മീഡിയാസും ഈ ഒരു ന്യൂസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സൗദി അടക്കമുള്ള മറ്റ് എല്ലാ GCC കൺട്രീസിൻ്റെയും അങ്ങ് കാല് മുതൽ തല വരെ വിറച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ്റെ IRGC പുറത്തോട്ട് വിട്ടിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആക്രമണത്തിൽ ജോർദാനിലെ അൽ അസ്രഖ് സൽത്തി, അതായത് മുവഫാഖ് സൽത്തി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ബേസാണ് ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഈ ഒരു മിസൈൽ പോയിരുന്നത്. ഇതല്ല അതിൻ്റെ കൂടെ മറ്റ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ന് IRGC അങ്ങോട്ട് തൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ടാണ് ആദ്യം തന്നെ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതായത് കൊഷം ദ്വീപിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ സിവിലിയൻ ഏരിയയിലും ഒരുപാട് 3-4 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ ഫ്ലാറ്റ് തകർത്ത് അതിൻ്റെ അടിയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചുള്ള റിറ്റാലിയേഷൻ നടത്തിയതിലാണ് 3 അമേരിക്കൻ F-35 വിമാനങ്ങൾ പൂർണ്ണമായിട്ട് കത്തി നശിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. മറ്റ് 3 എണ്ണത്തിന് കേടുപാട് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് 3 എണ്ണം പൂർണ്ണമായിട്ട് കത്തി നശിച്ചു, മറ്റ് 3 എണ്ണത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹാങ്ങറുകൾ തകർത്തിട്ടുണ്ട്. മറ്റ് വിമാനങ്ങൾ പാർക്ക് ചെയ്യാണ്ടായിരുന്ന കംപ്ലീറ്റ് ഹാങ്ങറുകളും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന US-ന്റെ ഉദ്യോഗസ്ഥരെ വധിച്ചെന്നുമാണ് IRGCയുടെ അവകാശം. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ മറ്റ് പല മീഡിയകളോടൊപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. കാരണം ഇന്ന് ഉച്ചയായപ്പോൾ മറ്റൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് US കമാൻഡ് പറഞ്ഞിട്ട് ജോർദാനിയൻ മിലിറ്ററിയുടെ സൈഡിൽ നിന്ന് അൽ അസ്രഖ് ബേസ് ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഞങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, 5ഓളം ബാലിസ്റ്റിക് മിസൈൽ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഉച്ചക്ക് വന്നിരുന്നത്. അത് അവരുടെ സൈഡിൽ നിന്ന് വന്നിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇറാൻ്റെ IRGC ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇറാൻ്റെ IRGC ഇതുവരെ പുറത്തു വിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ന്യൂസുകളും പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അവർ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് മറച്ചു വെക്കുന്ന പോലെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഉള്ളതുപോലെയാണ് അവരിതുവരെ പറഞ്ഞത്. അതായത് അമേരിക്ക യുദ്ധത്തിൽ ഇത്രയും കഴിഞ്ഞ 4 മാസങ്ങൾക്കിടയിൽ ഒരു ദിവസം അമേരിക്കക്ക് വരുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് 3 ഫൈറ്റർ ജെറ്റുകളും അവിടുത്തെ അതിൻ്റെ പൈലറ്റ്സും മരിച്ചു എന്നുള്ള ഇന്നത്തെ ഒരു വാർത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏകദേശം 900 കോടിയാണ് ഒരു അമേരിക്കൻ F-35 ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ഏകദേശം എന്ന് പറയുന്നത്. അങ്ങനത്തെ 3 എണ്ണമാണ് ഇന്നൊരു ദിവസം തീർത്തത്. പിന്നെ 3 എണ്ണത്തിന് കേടുപാടുകൾ ഏകദേശം ഒരു 6 എണ്ണം. 3 എണ്ണം തീർന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 2700-2800 കോടി. ഇനി അതിൻ്റെ കൂടെ 3 എണ്ണത്തിന് കേടുപാടുകൾ പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള കേടുപാടുകളാണെങ്കിൽ ഒരു 5000-6000 കോടി രൂപ ഇന്നൊരൊറ്റ ദിവസം ഇറാൻ്റെ ആക്രമണത്തിൽ അമേരിക്കക്ക് കിട്ടിയിട്ടുള്ള 8-18 പണിയാണ് എന്ന് നമുക്ക് പറയാം. ഇറാൻ എത്രത്തോളം സൂപ്പർ പവർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കംപ്ലീറ്റ് തീർക്കുമെന്ന് ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇതുപോലത്തെ ആക്രമണങ്ങൾ കാണിക്കാനും ബാക്കിയുള്ളവരെ അറിയിക്കാനും കൂടെയാണ്. ഇനി ഈ ഒരു ആക്രമണം അങ്ങോട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഉച്ചക്ക് ജോർദാൻ ഇത് ഇല്ല, ഞങ്ങൾ 5 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തു എന്ന് പറഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം സൗദി, അതായത് ഇറാനെതിരെ ഇറാൻ്റെ ഈ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് സൗദിയുടെ മിനിസ്ട്രി ഇപ്പോൾ പുറത്തോട്ട് അവരുടെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ അതോടെ കാണിച്ചത് നിങ്ങൾക്ക്. സൗദി അറേബ്യ കണ്ടിന്യൂഡ് ഇറാൻ അറ്റാക്ക് ഓൺ ജോർദാൻ. ജോർദാനിൽ ഇറാൻ സ്ഥിരമായിട്ട് അടിച്ച് ഇന്നത്തെ 30th ജൂലൈ ഇന്നത്തെ കുറച്ച് മുമ്പ് ഏകദേശം 1 മണിക്ക് വന്നിട്ടുള്ള വാർത്തയാണിത്. അപ്പം അറിയാം ഇറാൻ ഏത് രീതിയിലാണ് അങ്ങോട്ട് അടിച്ചത്. ഇവർ പറഞ്ഞ പോലെ ബാലിസ്റ്റിക് മിസൈൽ മേലെ വെച്ച് തകരല്ല ചെയ്തത്, അമേരിക്കയുടെ വിമാനങ്ങളാണ് തകർത്തത്. കാരണം ഇപ്പോൾ സൗദിയും അമേരിക്കയും ഈ മറ്റേ കുണ്ടും എന്ന് പറഞ്ഞ പോലെയാണ്, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ 2 പേര്. അപ്പം അമേരിക്കയുടെ വിമാനങ്ങൾ തകരുമ്പോൾ സൗദിയുടെ നെഞ്ചും കൂടാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്നലെ ഇറാഖിലോട്ട് സൗദി അമേരിക്ക നടത്തിയ ഇന്നലെല്ലാം മെനഞ്ഞാന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ നമുക്കറിയാം. അതോടുകൂടി സൗദി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഫോട്ടോസാണ് അവിടുത്തെ അതായത് വേസ്റ്റ് ബിന്നുകൾ മേലെ ഒട്ടിച്ചിട്ടിരിക്കുന്നത്. ഇതിപ്പം പീപ്പിൾ ഓഫ് ഇറാഖ് ആർ പുട്ടിങ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതായത് അവിടുത്തെ സകല ഈ വേസ്റ്റ് ബിന്നിൻ്റെ മുകളിലും MBSൻ്റെ
MBSന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടാണ് ഇപ്പം ഇറാഖികൾ വരവേറ്റിട്ടുള്ളത് സൗദിനെ. സത്യം പറഞ്ഞാൽ സൗദി യുദ്ധത്തിലോട്ട് ഇടപെട്ട് നാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളെ പോയി അടിച്ചു, ഇറാഖിൽ പോയി അടിച്ചു, അമേരിക്ക എല്ലാം തരും, അമേരിക്ക ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ന്യൂക്ലിയർ പവേർഡ് ആക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സൗദി കാണിക്കുന്നത്. അതോടുകൂടി സൗദിക്ക് മൊത്തം നല്ല ഒന്നാം തരം തേപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ ഭാഗത്തും. ഇനി അത് മാത്രമല്ല, ഇന്നത്തെ ചൈനയുടെ വിദേശകാര്യ വക്താവിൻ്റെ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഒരു ചൈനീസ് കപ്പലിന് നേരെ അമേരിക്കയുടെ ഒരു എന്താ പറയുക മിസൈലോ ഡ്രോണോ എന്തോ പറന്നു വന്നിരുന്നു. ആ ഡ്രോണ് US-ന്റെ ഡ്രോണ് ചൈനീസ് കപ്പലിന് എതിരെ വന്നിരുന്നു. അത് ശക്തമായിട്ട് ചൈന അപലപിച്ചിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ ലോ, വാർ ലോ ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയും കൂടെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഇന്ന് വന്നിട്ടുണ്ട്. കേട്ടോ. The Chinese military conducts activities in accordance with international law and common international practice. We would advise against dangerous close approaches to Chinese naval vessels to prevent unintended air and... അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സാർവത്രിക കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായിട്ടാണ് ചൈന സ്വന്തം സൈന്യത്തെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള വ്യോമ സമുദ്ര അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ചൈനീസ് നാവികസേന കപ്പലുകളുടെ അടുത്തേക്ക് അപകടമായിട്ടുള്ള രീതിയിൽ എത്തുന്ന ഇത്തരത്തിലുള്ള ഡ്രോണുകൾ മാക്സിമം ഒഴിവാക്കാൻ US ശ്രദ്ധിച്ചോളാം. അതല്ലെങ്കിൽ ഞങ്ങൾ അതിനെ പ്രതികരിക്കും എന്നാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതായത് ചൈന ഒരു അറിയിപ്പ് കൊടുത്തിട്ടാണ്. ഏതാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇറാൻ എത്രത്തോളം സൂപ്പർ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വീണ്ടും ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇറാനെ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് തകർത്താലും വേണ്ടി അവസാനത്തെ ഒരു പുൽക്കൊടി ഉണ്ടെങ്കിൽ അതുവരെ 4 മിസൈൽ ഇട്ടിട്ടേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇറാൻ്റെത്. ഇന്ന് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം മാത്രം വരും 5000-6000 കോടി രൂപ. ഏതായാലും കാത്തിരുന്നോ. ജോർദാനിലോട്ടാണ് അടി വന്നത്. ഇനി ഈ പറഞ്ഞ സ്ഥലത്തോട്ട് ഇറാൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് അടിച്ചത് കുവൈറ്റിൽ നിന്നാണ് അമേരിക്ക ഇന്ന് പുലർച്ചെ അടിച്ചിട്ടുള്ളത്. അതും ഇന്ന് രാവിലെ തന്നെ IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള അടികൾ ഞങ്ങൾ ഇന്ന് തന്നെ തീർക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുവൈറ്റിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇരുന്നോളാം. ഏത് രീതിയിലാണ് ഇറാൻ അടിക്കുക എന്നുള്ളത് ഇറാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.